നമസ്കാരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം മൂന്നാം വർഷത്തോട് അടുക്കുകയാണ്. 2025 ഫെബ്രുവരി മാസമാകുമ്പോൾ 3 വർഷം തികയും ഈ സംഘർഷത്തിന്. ഏതാണ്ട് 5-10 ദിവസം കൊണ്ട് യുക്രൈനെ കീഴടക്കും റഷ്യ എന്ന നിലയിലാണ് യുദ്ധം തുടങ്ങിയത്. പക്ഷേ റഷ്യ അത് അത്ര കണ്ട് വളരെ ആളുകളെ കൊന്നൊടുക്കുക, കൂട്ടക്കൊല ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കണ്ണടച്ചുള്ള ആക്രമണം നടത്തിയില്ല. പകരം തന്ത്രപ്രധാനമായ മേഖലകൾ ആക്രമിച്ച് പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തുക എന്ന ഒരു തന്ത്രമാണ് റഷ്യ പയറ്റിയത്. പക്ഷേ ആ ഒരു രീതിയിൽ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ യുക്രൈൻ അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നു. ഈ യുക്രൈൻ ചെറുത്തുനിൽപ്പ് നടത്താനുള്ള കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യുക്രൈന് നൽകുന്ന സൈനിക സഹായം. ആ സൈനിക സഹായം കൊണ്ടാണ് യുദ്ധരംഗത്ത് യുക്രൈൻ പിടിച്ചു നിന്നത്. പക്ഷേ എങ്കിലും ഇതുവരെ യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ ഏതാണ്ട് 1/5 പ്രദേശങ്ങൾ റഷ്യ ഇതിനോടകം തന്നെ കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ട്, പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടും യുക്രൈൻ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു പിടിച്ച ഭൂവിഭാഗങ്ങൾ വീണ്ടും റഷ്യ കീഴടക്കുന്നു. ഇങ്ങനെയാണ് ഈ സംഘർഷം നീണ്ടുപോയത്. ഏറ്റവും ഒടുവിലായി അമേരിക്ക യുക്രൈന് നൽകിയിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ എടുത്തു പ്രയോഗിക്കാൻ അനുമതി നൽകുകയായിരുന്നു. യുക്രൈൻ കണ്ണുമടച്ചുകൊണ്ട് ആ അനുമതി കിട്ടിയ പാടെ ഈ മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ തൊടുത്തുവിട്ടു. ഇത് റഷ്യ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചിരുന്ന ആ മേഖലയ്ക്ക് പുറത്തേക്ക്, അത് റഷ്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി ഈ മിസൈലുകൾ വന്നതോടുകൂടി റഷ്യയുടെ തനിനിറം മാറുന്നു. ആണവ നയത്തിൽ പോലും മാറ്റം വരുത്തിക്കൊണ്ട് വളരെ സംഹാര താണ്ഡവമാടുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ റഷ്യ. യുക്രൈൻ്റെ നഗരങ്ങൾ തവിടുപൊടിയാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ സമയമായിരിക്കുന്നു. അദ്ദേഹം അധികാരമേറ്റാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള സഹായം യുക്രൈന് ലഭിക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. വീണ്ടും വിചാരമില്ലാതെ മിസൈൽ പ്രയോഗിച്ചതിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ കടുത്ത ഒരു പ്രതിസന്ധി യുക്രൈൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വീരനായകനായ ആയിരുന്ന യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി, റഷ്യ പിടിച്ചടക്കിയ ഭാഗങ്ങൾ അത് റഷ്യ തന്നെ എടുത്തോട്ടെ, ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളെ നാറ്റോ സഖ്യത്തിൽ എടുക്കണം. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് റഷ്യയ്ക്ക് ആക്രമിക്കാനാകില്ല, സുരക്ഷിതമായി യുക്രൈൻ മുന്നോട്ട് പോകും എന്നാണ് യുക്രൈൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ദീർഘദൂര മിസൈലുകൾ എടുത്തു പ്രയോഗിച്ചത് ഒരു വലിയ അബദ്ധമായിപ്പോയി എന്ന് യുക്രൈൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു വെടിനിർത്തൽ ഫോർമുല എന്ന നിലയ്ക്ക് യുക്രൈൻ മുന്നോട്ട് വരുന്നത്. അതായത് ഈ 1/5 ഭാഗങ്ങൾ, റഷ്യ പിടിച്ചെടുത്ത 1/5 ഭാഗങ്ങൾ അത് കൊണ്ടുപോയിക്കൊള്ളൂ, ഞങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം തന്നാൽ മതി, പക്ഷേ ഞങ്ങളെ നാറ്റോ സഖ്യത്തിൽ ചേരാൻ അനുവദിക്കണം. ഈ ഒരു ആവശ്യം റഷ്യ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയില്ല. എന്തായാലും അമേരിക്ക യുക്രൈനെ ഉപദേശിച്ചിരിക്കുന്നത് പോയ ഭാഗം പോട്ടെ, സുരക്ഷിതരാകാൻ നോക്കൂ എന്നാണ്. തീർച്ചയായും ആ ഒരു നിലപാട് മാറ്റം യുക്രൈനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. യുക്രൈനും ഇപ്പോൾ ഈ റഷ്യ പിടിച്ചടക്കിയ ഭാഗം റഷ്യയ്ക്ക് തന്നെ കൊടുത്ത് യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള ഒരു ശ്രമം നടത്തുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.